ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ദർസ് നമ്പർ 127. വലഹുമ അൻഹാ ഖാലത്ത് ലമ്മാ നസല ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം طفق يطرح خميصة له على وجهه فإذا اغتم بها كشفها فقال فهو كذلك لعنة الله على اليهود والنصارى اتخذوا قبور أنبيائهم مساجدا يحذر ما صنعوا ولولا ذلك أبرز قبره غير أنه خشي أن يتخذ مسجدا أخرجاه. ഈ ഹദീസിന്റെ ഷറഹ് പറയണം. ഇആനത്തുൽ മുസ്തഫീദ് ഖാല അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു, വലഹുമ അവർ രണ്ടുപേർക്കുമുണ്ട്. അതായത് ഇമാം ബുഖാരി റഹിമഹുല്ല, ഇമാം മുസ്ലിം റഹിമഹുല്ല, ഇവർ രണ്ടുപേർക്കും റിപ്പോർട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നർത്ഥം. അൻഹ അവരെ തൊട്ട്, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട്, ഖാലത്ത് അവർ പറഞ്ഞു, ലമ്മാ നുസില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാനി ഉദ്ദേശിക്കുന്നത് നസല ബിഹിൽ മൗത്തു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആസന്നമായപ്പോൾ, മരണമാസന്നമായപ്പോൾ എന്ന അർത്ഥത്തിലാണ്. നസല ബിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ മരണമാസന്നമായ എന്നുള്ള അർത്ഥത്തിലാണ്. തോഫിഖ എന്ന് പറഞ്ഞാൽ തുടങ്ങി എന്നുള്ള മിൻ അഫ്ആലി ശുറൂഇ ഇൻദ അഹ്ലി ലുഗ, ഭാഷ ശാസ്ത്രജ്ഞരുടെ അടുക്കൽ ശുറൂഅ് ഒരു കാര്യം തുടങ്ങാൻ തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് തോഫീഖ എന്നാണ്. ഐ ജഅല യഫ്അലു കദ, ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക. ഇവിടെ ഇപ്പം എന്താണ്? തോഫീഖ യത്റഹു ഖമീസത്തൻ ഐ യദഉഹ, ഖമീസത്ത് വെക്കാൻ തുടങ്ങി. ഖമീസത്ത് എന്ന് പറഞ്ഞാൽ കിസാഉൻ ലഹു അഅലാമുൻ, കിസാ ഒരു വസ്ത്രമാണ്, ലഹു അഅലാമുൻ അതിന് ചില അടയാളങ്ങൾ ഉണ്ട്. അതായത് ഫീഹി ഖുതൂത്ത്, അതിൽ ചില വരകളുണ്ട്, വരകളുള്ള വസ്ത്രമാണ് ഖമീസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തോഫിഖ യത്റഹു ഖമീസത്തൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖമീസത്ത് വരകളുള്ളൊരു വസ്ത്രം ഇങ്ങനെ മുഖത്ത് ഇടാൻ തുടങ്ങി. അലാ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ മുഖത്ത്, യുഗത്തി വജ്ഹഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹ, അതുകൊണ്ട് ആ വരകളുള്ള വസ്ത്രം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖം മറക്കാൻ തുടങ്ങി. വഹുവ ഫി ഹാദിഹിൽ ഹാലത്തി, ഈ ഒരു അവസ്ഥയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം ആസന്നമായ സമയത്ത്, ഫൈദ ഖുതമ്മ ബിഹ, അങ്ങനെ മുഖം ഈ വസ്ത്രം ഇടുമ്പോൾ മുഖം മൂടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം മുട്ടുമ്പോൾ, ഐ വയ്യഖത്ത് നഫ്സഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം വിടാൻ പ്രയാസമാകുമ്പോൾ നബി എന്ത് ചെയ്തും? കശഫഹ, അതിനെ മാറ്റും, നീക്കം ചെയ്യും. എന്തിന്? മിൻ അജ്ലി അൻ യതനഫസ, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസ്ഥയിൽ, അത്രയും പ്രയാസകരമായ അവസ്ഥയിൽ, മുഹ കദാലിക അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫി ഹാദിഹിൽ ഹാലത്തിൽ ഹരിജത്ത്, ഈ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ, ലം യഷ്തഗിൽ അനി ദഅവതി ഇല തൗഹീദി, തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നതിൽ നിന്ന് നബി എന്ത് ചെയ്തില്ല? മാറി നിന്നില്ല, വിട്ടുനിന്നില്ല. ഇസ്താലാൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക. ഇൻകാരി ഷിർക്ക് നിരാകരിക്കുന്നതിലും, വനസീഹത്തിൽ ഉമ്മത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നസീഹത്ത് ഉപദേശം നൽകുക എന്ന വിഷയത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രയാസകരമായ ഘട്ടത്തിൽ പോലും മാറി നിന്നില്ല. മുനാസബത്ത്, അപ്പൊ അതിന് യോജിപ്പ് എന്താണ്? അന്നഹു ലമ്മാ ഷഅറ ബിൽ മൗത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം ആസന്നമായി എന്ന് മനസ്സിലാക്കുമ്പോൾ, ഖശിയ അലാ ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിന്മേൽ ഭയപ്പെട്ടു, അൻ തഫ്അല ഇൻദ ഖബരിഹി, അവിടുത്തെ ഖബറിന്റെ അടുത്ത് പ്രവർത്തിക്കുന്നത്, മാ ഫഅല മൻ ഖബലഹാ മിനൽ ഉമമി, സമുദായങ്ങളിൽ നിന്ന് അവർക്ക് മുമ്പ്, നബിയുടെ ഉമ്മത്തിന് മുമ്പ് പ്രവർത്തിച്ച പ്രവർത്തനം നബിയുടെ ഉമ്മത്തും പ്രവർത്തിക്കുമെന്ന്. ഇന്ദ ഖുബൂരിൽ അംബിയാ വസ്വാലിഹീൻ, അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിന്റെ അടുക്കൽ മുൻകാല ഉമ്മത്തുകൾ ചെയ്ത പ്രവൃത്തി എൻ്റെ ഖബറിന്റെ അടുത്തും എൻ്റെ ഉമ്മത്തും ചെയ്യുമോ എന്ന് നബി ഭയപ്പെട്ടു. ഫലം യതുർക്കിൽ ഫുർസത തദ്ഹബു, അപ്പൊ അവസരം പോവാൻ നബി ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ അവസരം നബി ഉപയോഗപ്പെടുത്തി. ഇന്നമസ്തഗല്ലഹ ബിന്നസീഹത്തി ലിൽ ഉമ്മത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഉമ്മത്തിന് നസീഹത്തിന് വേണ്ടി ആ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തി എന്നതാണ്. فإذا كان النبي صلى الله عليه وسلم يحذر من الشرك وهو في هذه الحالة,
ഈ ഒരു ഹാലത്തിൽ, ഈ ഒരു അവസ്ഥയിലും ഷിർക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ ഫഹദ ദലീലുൻ, അപ്പോൾ ഇത് തെളിവാണ് ആരാ എന്തിന്മേൽ, അന്ന തഹദീറ മിന ഷിർക്കി അംറുൻ മുതഅയ്യനുൻ, ഷിർക്കിൽ നിന്ന് തഹദീർ ചെയ്യുക, മുന്നറിയിപ്പ് നൽകുക എന്നത് ഒരു ഗൗരവതരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ആണ് എന്ന്, കാര്യമാണ് എന്ന്. വഅന്നഹു യജിബു അല ദുആത്തി, അപ്പോ ഈ ദുആത്ത് പ്രബോധകരുടെ മേൽ നിർബന്ധമാണ് എന്നതും അയ്യഹ്തമു ബിഹാദൽ അംരി, ഈ കാര്യം വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കൽ, ഇഹ്തിമാമൻ ബാലിഗൻ, വളരെ പ്രാധാന്യപൂർവ്വം, വളരെ പ്രധാനമായിട്ട് ഖബല ഗൈരിഹി, മറ്റെന്തിനേക്കാളും മുമ്പ്, ഖബല അൻ യഹ്സു അന്നാസ് അല സ്വലാത്തി വസ്സിയാം, നിസ്കാരം, സിയാം, നോമ്പ്, ഇതിനൊക്കെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് മുമ്പേ, വതർക്കി റിബ, പലിശ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതിന് മുമ്പ്, വതർക്കി സിന, അതേപോലെ വ്യഭിചാരം ഉപേക്ഷിക്കൽ പ്രേരിപ്പിക്കുന്നതിന് മുമ്പ്, വതർക്കി ഷുർബിൽ ഖംർ, മദ്യപാനം ഉപേക്ഷിക്കുന്നത് പ്രേരിപ്പിക്കുന്നതിന് മുമ്പ്, ഖബല ദാലിക യൻഹൗനഹും അനി ശിർക്കി, അതിനൊക്കെ മുമ്പ് ഷിർക്കിനെ തൊട്ട് ജനങ്ങളെ നിരോധിക്കണം, അവരോട് വിരോധിക്കണം എന്നത്. ലാസിയമ, പ്രത്യേകിച്ച് ഇദാകാന വാഖിഅൻ ഫിൽ ഉമ്മ, അത് ഉമ്മത്തിൽ നടമാടുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് എങ്കിൽ, ഫസ്സുകൂതു അൻഹു മിനൽ ഗിശ്ശി ലിൽ ഉമ്മ, അപ്പോൾ ഷിർക്കിനെ തൊട്ട് ഉമ്മത്തിനോട് മൗനം പാലിക്കുക എന്നത് അത് ഉമ്മത്തിനോടുള്ള ഗിശ്, വഞ്ചനയാണ്. ഫലാ ബുദ്ദ അൻ യുബ്ദഅ ബിഹി, അപ്പൊ അതുകൊണ്ട് തുടങ്ങപ്പെടൽ, അത് കൊണ്ട് പ്രബോധനം തുടങ്ങൽ എന്താണ്, അനിവാര്യമാണ്, അത് നിർബന്ധമാണ് എന്നതാണ്. എല്ലാത്തിനും മുമ്പ് അത് നീക്കം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കപ്പെടൽ അനിവാര്യമാണ്. കാരണം എന്താണ്, അഖീദ ശരിയാൽ ബാക്കിയുള്ള അമലുകളും ശരിയാകും എന്നതാണ്. അമ്മാ ഇദാ ഫസദത്തിൽ അഖീദത്തു, ഇനി അഖീദ ഫസാദായാലോ, ഫലാ ഫായിദത ഫിൽ അഅമാലി കുല്ലിഹ, പിന്നെ അമലുകളിൽ ഒന്നിനും ഒരു ഫായിദയില്ല. വലൗ തറക സിന, റിബ പലിശ ഒരാൾ ഉപേക്ഷിച്ചാലും, വതസദ്ദഖ ബിമാലിഹി, ഒരാൾ അയാളുടെ സ്വത്ത് കൊണ്ട് സ്വതക്ക ചെയ്താലും, വസ്വല്ല അല്ലൈല വന്നഹാര, രാത്രിയും പകലൊക്കെ അയാൾ നിസ്കരിച്ചാലും, വസ്വാമ ദഹ്റ, പകൽ മുഴുവൻ അയാൾ നോമ്പനുഷ്ഠിച്ചാലും, അല്ലെങ്കിൽ വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചാലും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹജ്ജ, ഹജ്ജ് ചെയ്താലും, ആത്തമറ ഉംറ ചെയ്താലും, എന്തഹു ഷൈഉം മിന ഷിർക്കിൽ അക്ബർ, പക്ഷെ എന്താണ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഷിർക്കുൽ അക്ബറിൽപ്പെട്ട കാര്യമുണ്ട്. ഷിർക്കുൽ അക്ബറിൽപ്പെട്ട, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കിന്റെ എന്തോ കാര്യം അയാളിലുണ്ട് എങ്കിൽ പിന്നെ ഒരു കാര്യമല്ലേ അമലുണ്ടെന്ന്. ഫഇന്ന അഅമാലഹു തകൂനു ഹബാഅം മൻസൂറ, അപ്പൊ എന്താണ്, അയാളുടെ അമലുകളൊക്കെ വിതറപ്പെട്ട ധൂളികളായി മാറുന്നു. ലാ ഫായിദത മിൻഹ, അതിൽ പിന്നെ ഒരു ഫായിദയും ഇല്ല, ഒരു പ്രയോജനമില്ല. അമ്മാ ഇദാ കാന മുവഹിദൻ, ഇനി അയാൾ മുവഹിദാണ്, ഏകദൈവ വിശ്വാസം തൗഹീദുള്ള ആളാണ് എങ്കിൽ, ഖാലിയൻ മിന ഷിർക്കി, ഷിർക്കിൽ നിന്ന് മുക്തനായ ആളാണ് എങ്കിൽ, ഫലൗ വഖഅ ഫിൽ കബായിരി, അയാൾ വൻദോഷങ്ങളിൽ പെട്ടാൽ പോലും, വലൗ വഖഅ ഫി സിന, അയാൾ വ്യഭിചാരത്തിൽ പെട്ടുപോയാലും, വഖഅ ഫി റിബ, പലിശയിൽ പെട്ടുപോയാലും, വഖഅ ഫിൽ മുഹറമാത്തിൽ ലത്തി ദൂന ഷിർക്ക്, ഷിർക്കിന്റെ താഴെയുള്ള ഹറാമുകളിൽ പെട്ടുപോയാലും, ഫഇന്നഹു യുർജാ ലഹുൽ മഗ്ഫിറ, അവന് മഗ്ഫിറത്ത് പ്രതീക്ഷിക്കപ്പെടാം. എന്ന് പറഞ്ഞാൽ ഈ കബായിർ, വൻദോഷങ്ങൾ അല്ലെങ്കിൽ ചെറുദോഷങ്ങൾ എന്താണെങ്കിലും അത് ഗൗരവമല്ല എന്നല്ല അതിനർത്ഥം. കാരണം ചിലപ്പോ ഈ ദോഷങ്ങൾ എന്തിലേക്ക് നയിക്കും, ഈമാൻ തന്നെ ഊരിപ്പോകുന്നതിലേക്ക് നയിക്കും. അപ്പോ ഒരാൾ വ്യഭിചരിക്കുന്നില്ല, അയാളെ മുക്തനായ അവസ്ഥയിൽ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഗൗരവതരം അല്ല എന്നല്ല ഈ പറയുന്നത്, ഷിർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗൗരവതരം അല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ ഷിർക്കല്ലാത്ത പാപങ്ങൾ അത് പൊറുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. യുർജാലഹുൽ മഗ്ഫിറത്തു, മഗ്ഫിറത്ത് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കപ്പെടാം. ഇനി അയാൾക്ക് അയാളുടെ പാപങ്ങൾ കാരണം അയാൾ ശിക്ഷിക്കപ്പെട്ടാലും, ഈമാനോട് കൂടിയാണ് മരിച്ചതെങ്കിലാട്ടോ ഈ പറയുന്നത്, അയാൾ നരകത്തിൽ ശാശ്വതമാക്കപ്പെടുന്നതല്ല. ഈമാനോട് കൂടി മരിച്ചു, അയാൾക്ക് പാപങ്ങളുണ്ട്, തൗബ ചെയ്തില്ല, തൗബ ചെയ്ത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ പാപങ്ങളോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ പോലും അയാൾക്ക് ഒരു പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ ശിക്ഷിക്കും നിശ്ചിതകാലം എന്ന് മാത്രം. എന്നിരുന്നാലും അവസാനമെങ്കിലും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും, നരകത്തിൽ ശാശ്വതമാവില്ല. വഹുവ മുഅ്മിനുൻ മുവഹിദുൻ, അയാൾ സത്യവിശ്വാസി, ഏകദൈവ വിശ്വാസിയാണെങ്കിൽ, ഹുക്മുഹു ഹുക്മുൽ മുഅ്മിനീൻ,
അയാളുടെ വിധി സത്യവിശ്വാസികളുടെ വിധിയാണ്. വലാ ബുദ്ദ ലഹു മിൻ ദുഖൂലിൽ ജന്നത്തി ബിതൗഹീദിഹി വഈമാനിഹി. അയാളുടെ തൗഹീദും അയാളുടെ ഈമാനും കാരണം അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കൽ അനിവാര്യമാണ്. അയാൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. വഇൻ കാന ദഈഫൻ, അയാൾ ദുർബല വിശ്വാസി ആണെങ്കിൽ പോലും, ഷിർക്കില്ല എങ്കിൽ ആണ് ഈ പറഞ്ഞത്. അമ്മാ ഇദാ കാന ഇൻദഹു ഷിർക്കുൻ അക്ബർ. ഇനി അയാളുടെ അടുത്ത് ഷിർക്കുൻ അക്ബർ ഉണ്ടെങ്കിലോ, വലിയ ഷിർക്ക്, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഷിർക്ക് ഉണ്ടെങ്കിൽ, ഫഹാദ ലാ ഫായിദത ഫി അഅമാലിഹി, അപ്പോൾ അത് അയാളുടെ അമലുകളിൽ ഒരു ഫായിദയില്ല. ലൗ തറക്കൽ മുഹറമാത്തി കുല്ലഹ, അയാള് എല്ലാ നിരോധിക്കപ്പെട്ട കാര്യങ്ങളും ഉപേക്ഷിച്ചാലും, ഷിർക്ക് മാത്രം ഉപേക്ഷിച്ചിട്ടില്ല, വഅദ്ദൽ വാജിബാത്തി കുല്ലിഹ, അതേപോലെ അയാൾ വാജിബാത്ത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വഅദ്ദൽ വാജിബാത്തി കുല്ലഹ, എല്ലാ വാജിബാത്ത് നിർബന്ധമായ കാര്യങ്ങളും അയാൾ ചെയ്തു, അതൊക്കെ വീട്ടി. വലം യതജന്നബി ശിർക, പക്ഷെ ഷിർക്ക് ഉപേക്ഷിച്ചില്ല. ഫഇന്നഹു ലാ ഫായിദത ഫി അഅമാലിഹി കുല്ലിഹ, അപ്പോൾ അയാളുടെ അമലുകളിൽ ഒന്നും ഒരു ഫായിദയില്ല, ഒരു പ്രയോജനമില്ല എന്നർത്ഥം. അതുകൊണ്ടൊന്നും فكيف إذا نهتم بجوانب فرعية أو جوانب جزئية, അപ്പോൾ ഭാഗികമായിട്ട് ജുസിയത്തായിട്ടുള്ള അല്ലെങ്കിൽ ഫുറൂഇയായിട്ടുള്ള മസ്അലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് എന്ത് കാര്യം? വനതുറുകു ഹാദൽ അംറൽ ഖതീറ, ഈ ഗൗരവതരമായ കാര്യത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു. യഉജ്ജു ഫി ജിസ്മിൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഉമ്മത്തിന്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഷിർക്ക് എന്ന സംഗതിയെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ ഫുറൂഇയായ മസലകളുടെ പിന്നാലെ പോയിട്ട് എന്ത് കാര്യം? വലാ നുഹദ്ദിറു മിൻഹു, അതിൽ നമ്മൾ ജനങ്ങൾക്ക് വാണിംഗ്, മുന്നറിയിപ്പ് നൽകുന്നുമില്ല. വലാ നദ്ഉ ഇലാ തർക്കിഹി, അത് ഉപേക്ഷിക്കുന്നതിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നില്ല. വലാ നസ്അ ഫി ഇസാലതിഹി അനിൽ ഉമ്മത്തി, ഉമ്മത്തിൽ നിന്ന് ആ ഷിർക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുമില്ല. ബിഹുജ്ജത്തിൻ, എന്ത് ഹുജ്ജത്ത് പിടിച്ചിട്ടാ? അന്നനാനുരീദു അൻ നജ്മഅൽ ഉമ്മത കമാ യഖൂലൂൻ, അവർ പറയുന്നത് പോലെ, ചില ആൾക്കാർ പറയുന്നത് പോലെ നമ്മൾ ഉമ്മത്തിനെ ഐക്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. ഉമ്മത്തിന്റെ ഐക്യം ശിഥിലമാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഷിർക്കിനെതിരെ മിണ്ടാതിരിക്കുക എന്നത് ഭൂഷണമല്ല എന്നതാണ്. ഹാദാ ഹുവ സ്വമീമുദ് ദഅവ, ഇത് ദഅവത്തിന്റെ അന്തസത്തയാണ്. ഹാദാ ഹുവ അല്ലദീ ജാഅത്തി റുസുലു മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം, മുർസലീങ്ങൾ അവരിൽ ആദ്യത്തെ മുതൽ അംബിയാ മുർസലീങ്ങളിൽ അവസാനത്തെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഉള്ളവർ വന്നത് ഇതിനു വേണ്ടിയാണ്. ലിത്തഹ്ദീരി മിൻഹു, ഷിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകാൻ. കുല്ലു റസൂലിൻ യഖൂലു ലിഖൗമിഹി, അപ്പോൾ റസൂലുമാരിൽ ആദ്യത്തെ ആൾ മുതൽ റസൂലുമാരിൽ അവസാനത്തെ ആൾ വരെ ഷിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകാനാണ് വന്നത്. എല്ലാ റസൂലും അവരുടെ ഖൗമിന് എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, വഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികൂ ബിഹി ഷൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ലിഅന്നൽ ഇബാദത, കാരണം ഇബാദത്ത് എന്നത് ലാ തൻഫഉ മഅ വുജൂദി ഷിർക്കി, ഷിർക്ക് ഉള്ളതോടുകൂടി അത് ഉപകാരപ്പെടില്ല. ഫഹാദാ അംറുൻ അദീമുൻ, അപ്പൊ ഇത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദി നസാറാക്കളിൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. എന്തടിസ്ഥാനത്തിലാ, എന്തിനാ പറഞ്ഞത്? അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും സ്വാലിഹ്യങ്ങളെയൊക്കെ അവരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കിയവരുടെ മേൽ എന്നാണ്. അല്ലാഅനത്തു ഹിയ, അത് അത്വർദു വൽ ഇബ്ആദു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് വിദൂരത്താക്കൽ ആണ് അവിടെ ഉദ്ദേശ്യം. ലഅനത്ത് എന്ന് പറഞ്ഞാൽ ശപിക്ക, ശാപം എന്നാണ്. വൽ യഹൂദ്, യഹൂദ് എന്ന് പറഞ്ഞാൽ അൽ ഉമ്മത്തുൽ മഗ്ദൂബ് അലൈഹ, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ സമുദായം, ഉമ്മത്താണ്. വന്നസാറ, നസാറാക്കൾ അൽ ഉമ്മത്തു ദ്വാലത്തു, വഴിവിടച്ച സമുദായമാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ഫാത്തിഹയിൽ പറയുന്നുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവരുടെ മാർഗത്തിലല്ല, വലദ്ദാലീൻ, വഴിവിടച്ചവരുടെ മാർഗത്തിലുമല്ല. അല്ലാതെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർക്കണം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അൽ മഗ്ദൂബ് അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവർ എന്ന് പറഞ്ഞാൽ അൽ യഹൂദ്, യഹൂദികളാണ്. വമൻ യഖ്തദാ ബിഹിം മിൻ ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന്, അതായത് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അവരോട് പിന്തുടർന്നവരും. അപ്പം വെറും യഹൂദികൾ മാത്രമല്ല, ആ സ്വഭാവം കാണിക്കുന്ന എല്ലാവരും പെടും. മിമ്മൻ അലിമ വലം യഅമൽ ബിഇൽമിഹി, അറിഞ്ഞിട്ട് അവന്റെ അറിവനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ. അതായത് ഷിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്, എന്നിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. അവന്റെ സ്വഭാവം യഹൂദിയുടെ സ്വഭാവം തന്നെ. വദ്ദാലൂനഹും അന്നസാർ, ദ്വാലൂൻ
വഴി പിഴച്ചവർ എന്ന് പറഞ്ഞാൽ ഇവിടെ നസാറാക്ക അല്ലദീന യഅ്ബുദൂന അല്ലാഹ അലാ ഗൈരി ഇൽം, അറിവില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഈസാ മസീഹ് അള്ളാഹുവിന്റെ പുത്രനാണെന്നുള്ള ആൾക്ക് ഇബാദത്ത് ചെയ്യുക. ബൽ ബിൽ ബിദഅഇ വൽ മുഹ്ദസാത്തി വൽ ഖുറാഫാത്തി മിനൻ നസാറ വകുല്ലു മൻ യഖ്തദാ ബിഹിം. പക്ഷേ അവർ ബിദഅത്ത് മുഹ്ദസാത്ത് ദീനിൽ പുതിയതായിട്ടുണ്ടാക്കിയ കാര്യങ്ങൾ കൊണ്ട്, ഖുറാഫാത്ത് അത്യാചാരങ്ങൾ കൊണ്ട്, അനാചാരങ്ങൾ കൊണ്ട് ഒക്കെയാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. അവരുടെ അതേ മാർഗം പിൻപറ്റുന്ന എല്ലാവരും അതിൽപ്പെടും എന്നതാണ്, ഈ ഉമ്മത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും. ഇനി ഇത്തഹദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അമ്പിയാക്കളുടെ കബറുകളെ, നബിമാരുടെ കബറുകളെ, പ്രവാചകന്മാരുടെ കബറുകളെ മസ്ജിദുകളാക്കി. ഞാൻ ഉദ്ദേശിക്കുന്നത് അംകിനത്തൻ ലിൽ ഇബാദത്തി യുസല്ലൂന ഇൻദഹാ, ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി, സ്ഥാനങ്ങളാക്കി അവരെ എന്ത് ചെയ്തു? അവിടെ വെച്ചിട്ട് നിസ്കരിക്കുന്നു, കബറിൽ വെച്ചിട്ട്. യദുഊന അല്ലാഹ ഇൻദഹാ, അതിൻ്റെ അടുത്ത്, കബറിന്റെ അടുത്ത് നിന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എന്തിന്? കബറാളിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. കബറിന്റെ അടുത്ത് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ദുആ ചെയ്താൽ, മഹാന്മാരുടെ കബറിങ്, അമ്പിയാക്കളുടെ കബറിങ് ചെന്നിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നുള്ള വിശ്വാസത്തിൽ അവരെങ്ങനെ വിചാരിച്ചുകൊണ്ടാണ്? കബറിന്റെ അടുത്ത് വെച്ചിട്ട് ഇബാദത്ത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ മറ്റു സ്ഥാനങ്ങളിൽ വെച്ച് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ള വിചാരത്തിൽ. കബറിനെ പൂജിക്കുന്നൊന്നുമില്ല, പക്ഷെ അള്ളാഹ്ക്ക് തന്നെയാണ് ദുആ, അള്ളാഹുവിനോട് തന്നെയാണ് ദുആ അർപ്പിക്കുന്നത്. പക്ഷെ എന്താണ്? അതിന്റെ അടുത്ത് വെച്ചിട്ട് ദുആ ചെയ്താൽ പ്രത്യേകം ഫളലുണ്ട് എന്ന് വിചാരിക്കണം അവർ. അന്നൽ ഇബാദത്ത് ഇൻദൽ ഖുബൂരില്ലാ തജൂസു, ഖബറിന്റെ അടുത്ത് വെച്ചിട്ടുള്ള ഇബാദത്ത് അനുവദനീയമല്ല എന്നതോടൊപ്പം ലിഅന്നഹ വസീലത്തുൻ ഇല ശിർക്ക്, അത് കാരണം എന്താണ്? അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. നേരെ മറിച്ച് കബറാളിയോട് നേരിട്ട് തേടുകയാണെങ്കിലോ അത് തനിച്ച ശിർക്കും ആണ്, അല്ലെങ്കിൽ ശിർക്കിലേക്കുള്ള വഴിയാണ്. കബറാളിയോട് തേടുന്നൊന്നുമില്ല, ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പിന്നെ നമുക്ക് ഇജാബത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന നിലക്ക് ദുആ ചെയ്യുമ്പോൾ അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്. ഖബറാളിയോട് നേരിട്ട് തേടുകയാണ് കാര്യങ്ങൾ എങ്കിലോ അപ്പൊ അത് ഷിർക്കുമാണ്. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യുഹദ്ദിറു മാ സനഉ, അതായത് അവർ ചെയ്തതിനെ, യഹൂദി നസ്രാക്കൾ ചെയ്തതിനെ കുറിച്ച് അവിടുന്ന് താക്കീത് നൽകിയായിരുന്നു ഉമ്മത്തിന്. അതായത് അന്നല്ലദീ ഹമലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ യഖൂല ഹാദിഹിൽ കലിമ ഫീ ഹാദിഹിൽ ഹാരത്തിൽ ഹരിജത്തി, ഈ പ്രയാസകരമായ മരണവാസന്നമായ ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ പോലും ഈ കാര്യം പറയാൻ, ഈ വാക്യം പറയാൻ നബിയെ അത് വഹിപ്പിച്ചത്, അല്ലെങ്കിൽ നബി അതിന് പ്രേരിപ്പിച്ചത് എന്താണ്? അന്നഹു യുഹദ്ദിറു ഉമ്മതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയായിരുന്നു. മിമ്മാ സനഅൽ യഹൂദു വന്നസാറ, യഹൂദി നസാറാക്കൾ ചെയ്ത പ്രവർത്തിയിൽ നിന്ന് അത് നിങ്ങൾ ചെയ്യരുത്, മുസ്ലിം ഉമ്മത്ത് അത് ചെയ്യരുത് എന്ന്. വലൗലാ ദാലിക, അതില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഭയം നബിക്കില്ലായിരുന്നുവെങ്കിൽ, അതായത് വലൗലൽ ഖൗഫു മിൻ അൻ യഹ്സുല ഇൻദ ഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലു മാ ഹസല ഇൻദ ഖുബൂരിൽ അംബിയാഇ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ നബിമാരുടെ ഖബറുകളിൽ അടുത്ത് സംഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ അടുത്തും സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയമില്ലായിരുന്നുവെങ്കിൽ ഉബരിസ ഖബറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ തുറന്ന സ്ഥലത്താക്കുമായിരുന്നു. ഐ ദുഫിന ഫി മക്കാനിൻ ബാരിസിൻ യറാഹു നാസ്, ജനങ്ങൾ കാണുന്ന പ്രൊജക്ട് ചെയ്ത പൊതുസ്ഥലത്ത് അവിടുത്തെ മറവ് ചെയ്യുമായിരുന്നു. വലാകിന്നഹു ഖശിയ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ബിൽ ഫത്ഹി, ഖശിയ എന്നുള്ള ഫത്ഹ ഉണ്ട്, ഖ ഔ ഖുശിയ, അല്ലെങ്കിൽ ഖുശിയ എന്നാണ് റിപ്പോർട്ട്. മിളമുണ്ട്, ഖുശിയ എന്നാണെങ്കിൽ ഭയപ്പെടപ്പെട്ടു. അയ്യുത്തഹദ ഖബ്റുഹു മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മസ്ജിദാക്കപ്പെടുമെന്ന് നബി ഭയപ്പെട്ടു. ഖബറിന്റെ അടുത്ത് ആരാധനാ കേന്ദ്രമാകും എന്ന് ഭയപ്പെട്ടു. ഞാൻ ഈ ഉദ്ദേശിക്കുന്ന മക്കാന സ്വലാത്തിൻ വ ദുആഇ, അത് നിസ്കാരത്തിന്റെയും ദുആന്റെയും സ്ഥാനമാകും എന്ന് നബി ഭയപ്പെട്ടു. കമാ ഫഅലൽ യഹൂദു വൻ നസാറ ഇൻദ ഖുബൂരി അംബിയാഇഹിം, അവരുടെ അമ്പിയാക്കളുടെ, നബിമാരുടെ, പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുത്ത് വെച്ച് യഹൂദി നസാറാക്കൾ ചെയ്തതുപോലെ. ഫഖത്അൻ ലിഹാദിഹി ശരീഅത്ത് ദരിയത്തി വസദ്ദൻ ലിഹാദൽ ബാബി, അപ്പോൾ ഈ ഒരു വഴി അടക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു വിഷയം തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ വീട്ടിൽ മറമാടപ്പെട്ടു. അതായത് ഫീ ഹുജറത്തി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ, ദാഖിലൽ ജുദ്റാനി, മതിലുകൾക്കകത്ത്, വതഹ്ത സഖഫി, മേൽക്കൂരക്ക് താഴെ, ലാ യറാഹു അഹദൻ, ആരും നബിയെ കാണില്ല. അന്നലക്ക് വലാ യസാലു, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഫീ സിയാനത്തിൻ വ അമാനത്തിൻ, ആ ഒരു സംരക്ഷണയിൽ ആയിട്ട്. ഫലാ യസാൽ ഫീ ബൈത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാതൻ ബിൽ ജുദ്റാൻ ലാ യറാഹു അഹദൻ,
മതിലുകൾക്കുള്ളിൽ ആരും നബിയെ കാണാത്ത വിധത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സുയാനത്തല്ലെ ഖബരിഹി അയ്യഫ്അല ഇൻദഹു കമാ ഫഅലത്തിൽ യഹൂദു വന്നസാറ ഇൻദ ഖുബൂരി അംബിയാഇഹിം. യഹൂദി നസാറാക്കൾ അവരുടെ ഖബറുകളുടെ അടുത്ത് ചെയ്ത കാര്യം അത് നബിയുടെ ഖബറിന്റെ അടുത്ത് നബിയുടെ ഉമ്മത്ത് ചെയ്യാതിരിക്കാനുള്ള സംരക്ഷണമായിട്ട്. ഹാദിഹി ഹിയൽ ഹിക്മത്തു ഫി ദഫ്നിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ വീട്ടിൽ മറമാടിയതിന്റെ ഹിക്മത്ത് ഇതാണ്. وعدم دفنه في المقبرة مع أصحابه في البقيع. ബഖീൽ ഉഖദിൽ സഹാബാക്കളുടെ കൂടെ മക്ബറയിൽ നബിയെ മറമാടാതിരിക്കുന്നതിന്റെയും കാരണം ഇതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹിയുടെ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പാടി വദഅ ബി അൻ ലാ യുജ്അലൽ ഖബ്റുൽ ലദി قد ضمه وثنا من الأوثان فأجاب رب العالمين دعاءه وأحاطه بثلاثة الجدران حتى اضطرت أرجاؤه بدعائه في عزة وحماية وصيان. നബി പ്രാർത്ഥിച്ചു നബിയെ ചേർത്ത ആ ഖബർ ആക്കപ്പെടാതിരിക്കാൻ, ബിംബങ്ങളിൽപ്പെട്ട വസനുകളിൽപ്പെട്ട ഒരു വസനാവാതിരിക്കാൻ. അജാബ റബ്ബുൽ ആലമീൻ, അപ്പോൾ റബ്ബുൽ ആലമീൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി, ദുആഹു നബിയുടെ പ്രാർത്ഥനക്ക്. വഅഹാതഹു നബിയെ വലയം ചെയ്തു, ബി സലാസത്തിൽ ജുദ്റാനി 3 മതിലുകളാൽ. ഹത്താ ഉതറത്ത് അർജാഉഹു ബി ദുആഹി നബിയുടെ പ്രാർത്ഥന കാരണം ആ സ്ഥലം സംരക്ഷണമായി നടത്തും, പ്രതാപത്തിലും സുരക്ഷയിലും ആയിട്ട് സംരക്ഷിക്കപ്പെട്ടു. ഫദല്ലദാലിക, അപ്പോൾ അത് അറിയിച്ചു, അലാ തഹരീമിൽ ഉലുവി ഫിൽ ഖുബൂർ, ഖബറുകളുടെ വിഷയത്തിൽ ഉലുവ് പാടില്ല, അതിൽ അമിതത്വം പാടില്ല എന്ന്. വൽ ബിനായി അലൈഹ, ഖബറുകൾക്ക് മേൽ എടുപ്പ് പാടില്ല എന്നത്. വത്തിഹാദി ബിഖാഇഹ, ആ സ്ഥാനം ആക്കൽ പാടില്ല എന്നതും. അംകിനത്തല്ലി സ്വലാത്തി ഇൻദഹ, അതിൻ്റെ അടുത്ത് നിസ്കരിക്കുന്നതിനുള്ള സ്ഥലമാക്കരുത്. വദ്ദുആ ഇൻദഹ, അതിൻ്റെ അടുത്തുള്ള ദുആക്കുള്ള സ്ഥലവുമാക്കരുത്. ഖബറിന്റെ അടുത്ത് പോയാൽ ഖബറാളിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അതേപോലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാള് ഖബറടക്കപ്പെട്ടു, അയാളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് മയ്യത്ത് നിസ്കരിക്കാം അയാൾക്ക് വേണ്ടിയിട്ട്, അത് പാടില്ല എന്നല്ല, അത് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്.